2, 3, 4, 5, 6, 52, 53, 54, 55, 56, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109. ഇരുന്നൂറ്റി 211, 212, 213, 214, 215, 245, 246, 247, 248, 249. പേടിച്ചു പോയല്ലോ. എത്രയാടാ? 200 ആയെന്ന് തോന്നുന്നു. നിന്നെ കാണാത്ത വെപ്രാളത്തിൽ ഞാൻ മറന്നുപോയി. എല്ലാവരും വിചാരിച്ച് ഞാൻ മുങ്ങിച്ചെത്തുന്നല്ലേ. ഞാൻ വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഇതേ ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കും. നിങ്ങൾക്കറിയോ എത്ര കാലത്തെ എക്സ്പീരിയൻസ് ആണ്. നിഖിലേ, താണ്ടാ നിന്റെ ആള് പോകുന്നു. ആര്? നിമ്മിയോ? ആ, നിമ്മി, നിമ്മി, എന്തൊരു പോക്കട ഇത്. നിഖിൽ, ഇന്ന് എനിക്ക് വേഗം പോണം. ഓ പിന്നെ, രക്തം, കഫം, മലം, മൂത്രം എന്നിവയിൽ എത്ര ശതമാനം രോഗാണുക്കളുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ ലാബിലേക്കല്ലേ നീ പോകുന്നത്? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. നമുക്ക് കുറച്ച് ഭാവി കാര്യങ്ങളൊക്കെ സംസാരിച്ചു വിടിരിക്കാം. നിഖിൽ, നമ്മുടെ പ്രശ്നം ചേട്ടച്ചനമ്മ ഇന്നലെ അറിഞ്ഞു. വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി. ഓ, അറിഞ്ഞോ? സമാധാനം. ഇനി എങ്ങനെ അയാളെ അറിയിക്കുമെന്നുള്ള ടെൻഷൻ മാറിയല്ലോ. ചേട്ടച്ചൻ പുറകെ ഉണ്ടാവും. എനിക്ക് പേടി എങ്ങനെ പബ്ലിക്കായി നിന്ന് സംസാരിക്കാൻ. ഓ, അതാണോ പ്രശ്നം? നീ ഒരു കാര്യം ചെയ്യും, ആ സെമിത്തേരിയുടെ അവിടെ പോയി നിൽക്കുക. ഞാൻ അങ്ങോട്ട് വരാം. ശരി. ആ, നീ ഭാഗ്യവാനാടാണെങ്കിലേ. അതേ, ആ പോയത് കാരുണ്യ ലോട്ടറി ഒന്നും അല്ല, ഞാൻ താലി കെട്ടാൻ പോകുന്ന പെണ്ണ. അത് തന്നെയാടാ അവനും പറഞ്ഞു. നിന്നെപ്പോലെ നിഷ്കളങ്കയായ ഒരു പെണ്ണിനെ കിട്ടിയ നീ ഭാഗ്യവാനാടാ. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അവൾക്ക് എല്ലാത്തിനും കൂടെ ഒരു ചേട്ടനേ ഉള്ളൂ. ശരിയാ, ചേട്ടനെ അവള് വിളിക്കുന്നത് തന്നെ ചേട്ടച്ചനമ്മ എന്നാ. ഞാൻ ആ സെമിത്തേരിക്ക് അടുത്തുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോരെ. നിമ്മി, എന്തിനാ കരയുന്നേ? എന്റെ പപ്പയും മമ്മിയും ഇവിടെയാ. മരണം ഒരു സത്യമല്ലേ നിമ്മി? നമ്മളൊക്കെ ആ വഴിക്ക് പോകേണ്ടവരല്ലേ? ദുഃഖിച്ചിട്ട് എന്ത് പ്രയോജനം? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, വേഗം പറയൂ. ചേട്ടച്ചനമ്മ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്നെ തീരെ വിശ്വാസമില്ല. നിമ്മിക്കപ്പോ എൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ലേ? അയ്യോ, എന്തേ പറയുന്നത്? മനസ്സറിഞ്ഞൊന്ന് വിളിച്ചാ മതി, ഞാൻ കൂടെ വരും. രാവിലെ ലാബിലേക്കാണെന്ന് പറഞ്ഞ് ഉടുത്തൊരുങ്ങി ഇറങ്ങുന്നത് കണ്ട അലവലാദികളെ സ്വീകരിക്കാനല്ലേ? പേരുദോഷം കേൾപ്പിച്ചാൽ നീ അടങ്ങും. അനാവശ്യം പറയരുത്. നീ ആരുടെ എന്നെ ആവശ്യം അനാവശ്യം പഠിപ്പിക്കാൻ? ഞാൻ ഗുണദോഷിച്ച് എന്റെ പെങ്ങളെയാ. ചേട്ടച്ചനമ്മ ഓടി ഇങ്ങോട്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഞാൻ എന്റെ പെങ്ങളെ കൊണ്ടു നടന്ന്. അവളെ നീ? ഞാനേ ഒരാണാ. ഒരു പെണ്ണിനെ താലി കെട്ടാനുള്ള ശേഷിയും പ്രായവും എനിക്കുണ്ട്. ഞാൻ വിളിച്ചാൽ അവൾ ഇറങ്ങി വരികയും ചെയ്യും. ആ പുതിയ അങ്ങ് നീ മനസ്സിൽ വെച്ചാ മതി. ഈ കണ്ട കാലമൊക്കെ അവളെ പോറ്റി വളർത്തി എന്നെ തിക്കാൻ മാത്രം എന്റെ പെങ്ങൾ ഒരുങ്ങില്ല. ഒരുങ്ങും. ഞാൻ നിഖിലിന്റെ കൂടെ പോവും. ചേട്ടച്ചോ, ഇത് നിയോജൻ കാലമാ. പെണ്ണിന്റെ ഇഷ്ടത്തിനപ്പുറം കോടതി പോലും നിശബ്ദമാ. ചുമ്മാ കെട്ടിച്ചു കൊടുത്തേക്ക് കേട്ടാ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. വേണ്ട,
ആരെത്ര പറഞ്ഞാലും പോറ്റിയതിന്റെയും വളർത്തിയതിന്റെയും കണക്ക് പറയുന്നവരാ മാതാപിതാക്കളും കൂടപ്പറപ്പുകളും. നിഖിൽ വാ, നമുക്കിപ്പൊ തന്നെ അച്ഛനെ കാണണം. വരൂ, സംസാരിക്കാം. ഇരിക്കൂ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പ്രായപൂർത്തിയായ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കാനുമൊന്നും നിയമതടസ്സങ്ങളില്ല. പക്ഷേ അച്ചോ, സഭയുടെ നിയമപ്രകാരം വേണ്ടത് അച്ഛൻ ചെയ്തു തരണം. ഞാനിട്ടിരിക്കുന്ന ഈ ലോഹ പ്യോർ കോട്ടൺ കൊണ്ട് തയ്പ്പിച്ചതാ. പക്ഷേ ചിലപ്പോഴൊക്കെ ഇത് മുള്ളിൻ്റെതാണെന്ന് തോന്നിപ്പോകും. അച്ചോ, ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാ അച്ഛൻ ചെയ്തു തരണം. ഇനി ബന്ധങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെ പുറകെ ആരും വരരുത്. അത്രയ്ക്ക് ധൃതിയായോ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയാമോ, ഇലഞ്ഞിപ്പൂക്കൾ വാടിയാലും അതിന്റെ മണം നഷ്ടമാവില്ല എന്നുവെച്ച് വാടിയ പൂക്കൾ കൊണ്ട് ആരും മാല കെട്ടാറുമില്ല. താലി കെട്ടുന്നതോടെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി. പള്ളിയിൽ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതോടെ അതിന് നിയമസാധുതയുമായി. പക്ഷേ സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ച് അവരെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന വിവാഹം ദൈവത്തിന്റെ പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അച്ഛൻ ഒഴിവ് പറയരുത്. ഇത് ഞങ്ങളുടെ ഭാവിയുടെ പ്രശ്നമാണ്. എന്തിനാ അയാൾ ഞങ്ങളുടെ സ്നേഹത്തിന് മുമ്പ് വിലങ്ങുതടിയാവുന്നത്? പ്രണയം അപരാധമാണോ അച്ചു? നിങ്ങളുടെ ഈ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്കുത്തരമില്ല. പക്ഷേ ഉത്തരം തരാൻ കഴിയുന്ന ഒരുവന്റെ മുൻപിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. തൽക്കാലം കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുക. ഇനി രണ്ടുപേരും കണ്ണു തുറന്നു. നിമ്മിക്ക് നിഖിലിനെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, 100 വട്ടം. നിഖിലിനെ നിമ്മിയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണോ? നിന്നെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ കണ്ണടച്ച് ധ്യാനിച്ചപ്പോൾ രക്തക്കണ്ണീർ ഒഴുകുന്ന 2 കണ്ണുകൾ ഞാൻ കണ്ടു. അത് നിന്റെ ചേട്ടച്ചനമ്മയുടേതാണോ കർത്താവിൻ്റെ ആണോ എന്നും എനിക്കറിയില്ല. സൃഷ്ടാവായ ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത വിവാഹവും അതിലുണ്ടാവുന്ന സന്താനങ്ങളും പാപത്തിന്റെ പരമ്പരകളായിരിക്കും. നിന്റെ ചേട്ടച്ചനമ്മ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ മാത്രമേ നമ്മൾ ഒന്നാവൂ.